ആ പോലീസ് ഓഫീസർ വളരെ ഷാർപ്പാണ്. ദൈവാനുഗ്രഹം കൊണ്ട് എന്ത് മാത്രം. ദൈവാനുഗ്രഹം? ദേവിക റാണിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം കൂടി ഡോക്ടർ റോയ്ക്കായി. ദൈവമായിട്ട് അല്ല, ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരായിരിക്കില്ല റോയ്. അയ്യരെ, ഇവിടുത്തെ സിറ്റി ഹോസ്പിറ്റൽ മാത്രമല്ലേ ആർട്ടിഫിഷ്യൽ ലിം സെന്റർ ഉള്ളൂ. ആ ഒറ്റക്കയ്യന് അവിടവുമായി ബന്ധമുണ്ടാവാതിരിക്കില്ല. ആ വഴിക്കൊന്ന് നോക്കിയാലോ? റൈറ്റ്, അവിടെ നിന്നും തുടങ്ങാം. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. എല്ലാറ്റിനും തന്റെ സഹായം വേണം. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് താമസിക്കാൻ ഒരിടം, കാശ്, എന്നെ തിരിച്ചറിയാതിരിക്കാൻ കഴിയാത്ത വിധം ഒരു രൂപ മാറ്റൂ. ഷുവർ, സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നവരെ എന്തിനും തയ്യാറായി ഞാൻ തൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്കെന്റെ പഴയ റോയെ തിരിച്ചു കിട്ടണം. ഡോക്ടർ റോയുടെ മൊഴിയിൽ കൃത്രിമ കൈവച്ച ഒരാളാണ് ആനിയെ കൊലപ്പെടുത്തിയെന്ന് വ്യക്തമായി പറഞ്ഞിട്ടും നിങ്ങൾ എന്താണ് ആ വഴിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യായിരുന്നത്? റോയി ആണ് മർഡർ ചെയ്തത് എന്നതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇൻവെസ്റ്റിഗേഷൻ മനഃപൂർവ്വം ഡൈവേർട്ട് ചെയ്യാൻ അയാൾ ബുദ്ധിപൂർവ്വം കെട്ടിച്ചമച്ച കള്ളക്കഥയായേ അതിനെ കാണാൻ കഴിഞ്ഞുള്ളൂ. തുരുമ്പ് കിട്ടിയാൽ ഇരുമ്പാക്കുന്നവരല്ലേ നമ്മളൊക്കെ. എന്നിട്ടാണോ സർ, തടവ് ചാടി ഒരു ദിവസം തികയുന്നതിന് മുമ്പ് അയാൾ അയാളുടെ രഹസ്യബന്ധം പുറത്താക്കിയതിന് ആ നേഴ്സിനെ വകവരുത്തിയില്ലേ? സർ, ഈ ഫോട്ടോയും ഈ ന്യൂസും പ്രസിൽ കൊടുക്കാമല്ലേ? അതിപ്പോ വേണ്ട, കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൊടുത്തോളാം. യു മേ ഗോ നൗ. സർ, സർ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം നീട്ടിയെറിയണമെന്നാണ് പ്രമാണം. അറിയാഞ്ഞിട്ടല്ല, എന്തൊക്കെയോ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണല്ലേ. ഓടിക്കൂ, തൊട്ടു പുറകെ ഞാനുണ്ടാവും. മുരുക ഷൺമുഖ பாட்டி அந்த அனந்த பத்மநாப ராய் ஐயர் எங்க இருக்கு பாட்டி? உள்ள இருக்கா? உனக்காகத்தான் டென்ஷனா காத்துட்டு இருக்கா. நான் இருக்கும்போது எதுக்கு டென்ஷன்? யார் அறிவோனின் மாயாஜாலம் அகில ஜெகன். സിറ്റി ഹോസ്പിറ്റലിലെ ആർട്ടിഫിഷ്യൽ ലിം സെന്ററിൽ നിന്നും ഈ പുസ്തകം അടിച്ചു മാറ്റിയതാണ്. ആർട്ടിഫിഷ്യൽ ലിം മാനുവൽ ബൈ ഡോക്ടർ സ്റ്റെറ്റ്മാൻ. ഇതിൽ നിന്നും ഏതൊക്കെ ടൈപ്പ് ലിം ഫിറ്റിംഗ്സ് ഉണ്ടെന്ന് അറിയാം. പിന്നെ ഇത് ലിം സെന്ററിന്റെ ഡീറ്റെയിൽസ്. അവിടുന്ന് ലിംബ് ഫിക്സ് ചെയ്തിട്ടുള്ളവരുടെ വിവരങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മെമ്മറിയിൽ തപ്പി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. ഇത് ഹോസ്പിറ്റലിലെ ഒരു അറ്റൻഡറിന്റെ ഐഡന്റിറ്റി കാർഡ് അടിച്ചെടുത്തതാണ്. പ്രയോജനപ്പെടും. ഡോക്ടർ റോയെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ്? അല്ല, 10-35 വയസ്സ് വരെ കല്യാണം കഴിക്കാതെ കറങ്ങിയടിച്ച് നടന്നിട്ട് പെട്ടെന്ന് ആനിയെ കണ്ടപ്പോൾ ഒരു പ്രണയവും കല്യാണവും താമസിയാതെ തന്നെയുള്ള ആനിയുടെ മരണവും ഇതെല്ലാം സംശയാസ്പദം തന്നെയാണ്. ഐ ഫീൽ സംതിങ് ഈസ് റോങ് സംവെയർ. ഫാദർ തയ്യലിന്റെ ഓർഫനേജ് ആണ്. നമുക്ക് ഇവിടെ ഒന്ന് ഈ സ്ത്രീ ആരാണെന്നൊന്ന് അന്വേഷിക്കണം. സർ,
പോയിട്ട് വാങ്ങോ. കഥക് തുറക്കൂ. തുറക്കാൻ. തുറക്കാൻ, ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും. யாரு என்ன வேணும்? We are from the police department. ഇയാളെ അറിയുമോ? இந்த ஆளை தெரியுமான்னு கேட்கிறேன். தெரியாது. மூஞ்சியை பார்த்தா தெரியன மாதிரி இருக்குதே. கமான். യെസ്, ക്ലീനിങ്. ആ മുറിയില്. സൈലൻസ്. സോറി. ഈ പാൻസ് ആരുടേതാ? என் குழந்தையோடது. ഇത് 38 സൈസ് പാൻസ് ആണല്ലോ. ഡോക്ടർ VDAക്ക് ഒരു 32க்குள்ள വരില്ലല്ലോ. പാട്ടി പോയി சொல்றாங்க. ശരിതാനേ? HLOS. CITY. City. My God, City Hospital. ഹലോ, എന്താ സംഭവിച്ചേ? സ്കൂൾ ബസ് ആക്സിഡന്റ്. ആ, MDയുടെ റൂമിൽ ഏയ്, ഈ കുട്ടി ഒബ്സർവേഷൻ റൂമിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകും. ഞാനാ. പിന്നല്ലാതെ കൊണ്ടുപോകും.
അങ്കിളും മോനെ നോക്കിക്കോളാം കേട്ടോ. ഒന്നും പേടിക്കണ്ട. It'll be all right. It'll be all right. വേദനയൊക്കെ പോകും കേട്ടോ. നിങ്ങൾ 3 പേരും പേവാർഡും ജനറൽ വാർഡും തറവായിട്ട് ചെക്ക് ചെയ്യുക. ഐ വിൽ ബി അപ്സ്റ്റേഴ്സ്. എമർജൻസി ഓപ്പറേഷൻ പോസ്റ്റ് ചെയ്താണ്. ഒന്നും പേടിക്കണ്ട. You'll be all right. സിസ്റ്റർ, ടേക്ക് ഇൻ ടു ദ ഓപ്പറേഷൻ തിയേറ്റർ. ക്വിക്ക്. അയ്യോ ഇതല്ല, ഞാൻ വേറൊരു കുട്ടി ഇങ്ങോട്ട് അയച്ചിരുന്നല്ലോ, മാസ്റ്റർ അരുൺ. ഇല്ല, ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഒരു മീശ വെച്ച അറ്റൻഡർ കയ്യില്. മീശ വെച്ച് അറ്റൻഡറോ? അങ്ങനെ ആരും ഇവിടെ വന്നേ ഇല്ല. ഏയ്, അവിടെ നിൽക്ക്. ഒരു കുട്ടി ഒബ്സർവേഷൻ റൂമിൽ കൊണ്ട് കിടത്താൻ പറഞ്ഞില്ലേ? എന്നിട്ട് ആ കുട്ടിയുടെ ഒബ്സർവേഷൻ റൂമിലേക്കല്ല ഡോക്ടർ, ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പറഞ്ഞത്. What nonsense are you talking? ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പറഞ്ഞത്. I'll report you to the management. Hey, what's this? എന്തായി കാണിക്കുന്നത്? Listen, it was a case of fractured right fourth rib, rupturing the lung, causing internal bleeding, which required an urgent surgery. How can you miss this finding, young doctor? Observation room was stupid. Stupid. അനധികൃതമായ ഒരാൾ അറ്റൻഡർ ഡ്രസ് ഇട്ട് അകത്ത് കയറി ഒരു കുട്ടിയെ എമർജൻസി ഓപ്പറേഷന് പോസ്റ്റ് ചെയ്തിട്ടും ഈ ഐഡന്റിറ്റി കാർഡ് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ആളെ തിരിച്ചറിഞ്ഞ് സെക്യൂരിറ്റി വിളിക്കുമ്പോഴേക്കും അയാൾ ഓടി രക്ഷപ്പെട്ടു. I see. ഞാൻ പോട്ടെ മിസ്റ്റർ. ഖാൻ, എം ജാവേദ് ഖാൻ. പോട്ടെ. ഓക്കെ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുട്ടി രക്ഷപ്പെട്ടു. അയാളുടെ നിഗമനമായിരുന്നു ശരി. പൊയ്ക്കോളൂ. ഫിലിപ്പ് മത്തായി, അറ്റൻഡന്റ്.